അമ്മായും ചേച്ചി എന്ത്? അവര് ഗൗരമ്മയുടെ റൂമിലുണ്ട്. ശിവ, അനഘ എവിടെ? തേണ്ടിരിക്കുന്ന പുറത്ത്. ആറു, നീ പോയി ലച്ചുവിനെയും ഗൗരിയും വിളിച്ചോണ്ട് വാ. എല്ലാം സെറ്റല്ലേ? അതെന്തിനാണ് ഒരേ ഫോൺ വിളിയാണല്ലോ? എനിക്ക് എന്തിനാണിത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആരും താല്പര്യം കാണിച്ചില്ലല്ലോ. ഞാനൊട്ടൊന്നും പറഞ്ഞതുമില്ല. ആ വിഷമിച്ചിരിക്കും. വിളിക്കണോന്ന് ഞെട്ടിക്കണം. വേണ്ട, പുറത്തിരിക്കുന്നത് ആന്റി വിളിക്കണ്ടേ? പിന്നെ വേണ്ടി ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റ്. പോയിട്ട് വരുമ്പം ഒരുമിച്ച് കേറി വരരുത്, നീ ആദ്യം വരണം. അതൊക്കെ ഞാൻ സിഗ്നൽ. എനിക്ക് എന്തിനാ അത്രയും ബോധമല്ലെന്ന് വിചാരിച്ചാ. വെയിറ്റ് ശിവ, കേക്ക് സെറ്റ് ഇച്ചിരി ഇങ്ങ് നീങ്ങി എന്നാ അതങ്ങ് ചെയ്യായിരുന്നു. എനിക്ക് പറയുന്നത് എല്ലാവരും കൂടെ പൊളിച്ചെടുക്കും ഇന്ന്. ഇത് കാണുമ്പോ ഞെട്ടണം. അല്ലെങ്കിൽ ഞെട്ടൂലേ? എന്തിനാണ് ഇത്? എവിടെ നിന്നാണ് വാങ്ങിയത്? ആവേശം കാണിക്കാതെ പതിവ്. മെഴുകുതിരി മെഴുകുതിരി എവിടെ? ഇങ്ങനത്തെ തോന്നുന്നു. റൂമിൽ കാണും, പോയി എടുത്തിട്ട് വാ. അതൊക്കെ മാറ്റാം. അതൊക്കെ അക്രമം കാണിക്കാണ്ട് സൂക്ഷിച്ചെടുക്കുക. ഇതൊക്കെ കാണുമ്പോ ആന്റി ഒരു ഞെട്ടും. മിക്കവാറും സന്തോഷം കാരണേ ആന്റിയുടെ കരച്ചില് കാണേണ്ട വരുമെന്നാണ് എന്റെ പേര്. അത് ശരിയാ. കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചായിരിക്കും കരച്ചില്. ഓ, അത് കാണാനാണ് എനിക്ക് വയ്യാത്തത്. ആ കൊച്ചിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് പേടിയാ. എന്റെ കാലം കഴിഞ്ഞ് ആ കൊച്ചു എങ്ങനെ ജീവിക്കും? അയ്യോ, കൂടുതൽ ഓവറാക്കല്ലേ അമ്മ. ആ കൊച്ചേ നിന്നെ പോലൊന്നും അല്ല. അത് നല്ല സ്നേഹമാ. നിന്നെ പോലെ ഷോ ഒന്നും അല്ല കൊച്ചു കാണിക്കുന്നത്. അമ്മ, നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ ചൊറിയാൻ നിക്കല്ലേ. ഓ, അപ്പൊ രണ്ടുപേർക്കും അറിയാം നല്ലൊരു ദിവസമാണെന്ന്. ബർത്ത്ഡേ എങ്ങനെ അലമ്പാക്കാനാണ് പരിപാടിയിൽ ഞാൻ കുഴിപ്പളത്തിറങ്ങി പോവേ. നടിച്ചിറക്കി വിട്ടാലും പോവാത്ത ചേച്ചി കുഴിപ്പളത്ത് പോകുന്ന കത്തിങ്ങനെ കൊടുക്കട്ടെ. എല്ലാം കണ്ടെന്ന് കുത്തിക്കൊല്ലി. രണ്ടെണ്ണോട് വഴക്കുണ്ടാക്കിയാണ്ടല്ലോ, 4 എണ്ണം എന്റെ വായു നല്ലത് കേൾക്കും കേട്ടോ. എന്താ പ്രശ്നം? ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഫോൺ വിളിച്ചോണ്ടിരിക്കണേ. ഇപ്പോഴാണ് ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഒന്നും കൂടെ പോയി നോക്കിട്ട് വാ. അതാ നോക്കിട്ട് கேசு, எதுக்குடா என்ன கூப்பிட்ட? என்ன போனா? கேக்கு. ஹாப்பி பர்த்டே கனகா. ഹാപ്പി ബർത്ത്ഡേ. സമാധാനം പറയാ. എനിക്കറിഞ്ഞൂടാ. വെള്ളം എടുത്തിട്ട് ശ്വാസം ഉണ്ടാന്ന് നോക്ക്. ശ്വാസം ഉണ്ടാന്ന് നോക്കുവോ? ശ്വാസമൊക്കെ ഉണ്ട്. ഉണ്ടോ? ആന്റി എണീറ്റേ. ആന്റി ആന്റി എഴുന്നേക്ക്. കമത്ത് ഒരു കാര്യം ചെയ്യ, ആശുപത്രി കൊണ്ടുപോവാ. ഒരു മിനിറ്റ്, നമുക്ക് കേക്ക് കൂടെ കൊണ്ടുപോവാ. എന്തിന്? അവിടെ വെച്ച് ബോധം വരുവാണെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്യാലോ. അയ്യോ, വീരഭദ്രക്കാരി ബോംബൊക്കെ കയ്യിലിട്ട് അമ്മയോട് പറഞ്ഞിട്ട്. അതാ ബോംബിന്റെ പൊട്ടിക്കുമ്പോ സൗണ്ട് കുറവായിരിക്കും. ഈ പോപ്പറിന്റെ സൗണ്ട് ആയിരിക്കും പ്രശ്നം. നീ മിണ്ടാ തൂക്കണേ. പാറമട കൊണ്ടുപോലെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.